സ്പ്രെഡ്ഷീറ്റിലെ വിവിധ തരം ഫംഗ്ഷനെ കുറിച്ച് ഇതിനു മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് ലോജിക്കൽ ഫംഗ്ഷന്, ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ, ഈ 3 ഭാഗങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിലെ ചില ഭാഗങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനും തിയറി എക്സാമിനും വരുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെ ലോജിക്കൽ ഫംഗ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക കണ്ടീഷൻ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തുകയാണ് ലോജിക്കൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ലോജിക്കൽ ഫംഗ്ഷനിൽ വ്യത്യസ്ത തരം ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ, നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ, ആൻഡ്, ഓർ, ഇങ്ങനെ വിവിധതരം ഫംഗ്ഷൻസ് നമ്മൾ ലോജിക്കൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നു. അതിൽ ഒന്നാമത്തേതാണ് ഈഫ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എ കണ്ടീഷൻ. This function gives first value if the condition is true and gives second value if the condition is false. നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ റിസൾട്ട് ട്രൂ ആയിരിക്കും, രണ്ടാമത്തേത് ഫാൾസ് ആയിരിക്കും. അത് ശരിയാണെങ്കിൽ ട്രൂവിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ടിനെ കിട്ടുന്നു, തെറ്റാണെങ്കിൽ അത് ഫാൾസ് വാല്യൂ നൽകുന്നു എന്നതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. അതിന് സിൻടാക്സ് if ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ if ട്രൂ, വാല്യൂ if ഫാൾസ്. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. if C2 greater than or equal to 30, passed, ഡബിൾ കോട്ട്സ് കൊടുക്കണം. ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഡബിൾ കോട്ട്സിലാണ്. ഡബിൾ കോട്ട്സിൽ ഫെയിൽഡ്. അതാ C3 എന്നുള്ള കോളത്തിലെ വാല്യൂ അഥവാ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ 30 ആണെങ്കിൽ, ഈക്വൽ ടു ആണെങ്കിൽ പാസ്ഡ് ആണ്. അതാ ട്രൂ ആണെങ്കിൽ അവിടെ പാസ്ഡ് ആണ്. അതല്ല എങ്കിൽ അതാ 30നേക്കാൾ കുറവാണെങ്കിൽ ഫെയിൽഡും ആണ്. മറ്റൊരു എക്സാമ്പിൾ, ഇഫ് B3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000, അതാ B3യിലെ വാല്യൂ 10,000ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ, B3 ഇൻറ്റു 10%, അതാ B3ൻ്റെ 10% കാണാം, അല്ലെങ്കിൽ B3യുടെ 20% കാണുക. ഇതാണ് ഒരു ഈഫ് കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്തത്. ഒരു എക്സാമ്പിൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വിശദീകരിക്കുന്നതാണ്. മറ്റൊന്ന് നെസ്റ്റഡ് ഈഫാണ്. In nested if, more if function are used to check different condition at the same time. ഒന്നിൽ കൂടുതൽ നിബന്ധനകൾ വിലയിരുത്തുവാനാണ് നെസ്റ്റഡ് ഈഫ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രേഡ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി നെസ്റ്റഡ് ഈഫ് യൂസ് ചെയ്യാം. നമുക്ക് പബ്ലിക് എക്സാമിനേഷന് ഓരോ സബ്ജക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിലും 90 എബവ് ആണെങ്കിൽ A+, 80 എബവ് ആണെങ്കിൽ A, അതുപോലെ 70 എബവ് ആണെങ്കിൽ B+, പിന്നെ B, C+, C, ഈ ഒരു ഓർഡറിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ നമ്മൾ ഗ്രേഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഇത്തരം ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്റ്റഡ് ഈ ഫംഗ്ഷനാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഈഫ് വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ നെസ്റ്റഡ് ഈഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് ആൻഡ് ആണ്. ഇവാലുവേറ്റ് ഓൾ ദി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ലൊക്കേറ്റഡ് ഇൻ അതർ സെൽ. ദ റിസൾട്ട് വിൽ ബി ട്രൂ ഇഫ് ഓൾ ദി കണ്ടീഷൻ ആർ ട്രൂ. നമ്മൾ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് വ്യത്യസ്ത കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ഓൾ ദി കണ്ടീഷൻ ആർ ട്രൂ, കൊടുക്കുന്ന എല്ലാ കണ്ടീഷനും ശരിയാണെങ്കിൽ അവിടെ റിസൾട്ട് ട്രൂ ആയിരിക്കും.
the result will be false if any of the condition in the formula is not true. നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ഫോർമുല തെറ്റാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫാൾസും ആയിരിക്കും. അതാണ് ആൻഡിൻ്റെ പ്രത്യേകത. എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് തുടർന്ന് പറയുന്നതാണ്. സിൻടാക്സ് ഈസിക്കൽ ടു ആൻഡ് ലോജിക്കൽ ടെസ്റ്റ് 1, ലോജിക്കൽ ടെസ്റ്റ് 2, ലോജിക്കൽ ടെസ്റ്റ് 3. ഈ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓറും കൂടി പറഞ്ഞതിന് ശേഷം ഈ 4 കാര്യങ്ങളും എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ്. നെക്സ്റ്റ്, ഓർ ഫംഗ്ഷൻ. Evaluate at least one mathematical expression located in other cell. The result will be true if any of the condition in the formula is true. നമ്മൾ വ്യത്യസ്ത കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. നമ്മൾ കൊടുത്തതെല്ലാം തെറ്റാണെങ്കിൽ മാത്രമേ ഫാൾസ് ആയിട്ട് റിസൾട്ട് വരികയുള്ളൂ. നമുക്ക് ഈ ഒരു 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഈഫ് പറഞ്ഞു, നെസ്റ്റഡ് ഈഫ് പറഞ്ഞു, അതുപോലെ തന്നെ ആൻഡും ഓറും. ഈ 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ലോജിക്കൽ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, കമ്പാരിസൺ ആൻഡ് ചെക്കിംഗ് എ ടെസ്റ്റ് കണ്ടീഷൻ. അതിലൊന്നാമത്തത് ഈ ഫംഗ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ വ്യത്യസ്ത സബ്ജക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ബിസിനസ്. ഈ 3 സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് നെക്സ്റ്റ് സെല്ലിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കിട്ടേണ്ട റിസൾട്ട് പാസ്ഡ് ഓർ ഫെയിലാണ്. അവിടെ ഒന്നെങ്കിൽ പാസ്ഡ് അല്ലെങ്കിൽ ഫെയിൽ. അതാണ് ട്രൂ ആൻഡ് ഫാൾസ്, അല്ല ട്രൂ ഓർ ഫാൾസ്, ഏതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇത്തരം ടൈമിലാണ് നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സാധാരണ 100ൽ റിസൾട്ട് കണക്കാക്കുമ്പോൾ 30% പാസ് മാർക്ക്. അതാ 30 മാർക്ക് കിട്ടിയാലേ പാസ്സാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ 30ഉം 30ൽ കൂടുതലുമാണെങ്കിൽ പാസ്ഡ് ആണ്, അല്ലെങ്കിൽ ഫെയിലാണ്. ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ if F4, അഥവാ F4 എന്നുള്ള ഈ മാർക്ക് കോളം F4 greater than or equal to 30, greater than or equal, അതാ F4 ഈ ഒരു സെല്ലിലെ മാർക്ക് കൂടുതലാണ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് 30ന് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ പാസ്ഡ്, കോമ ഫെയിൽ അല്ലെങ്കിൽ ഫെയിലാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ 82 ഉണ്ട്, 30നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, പാസ്ഡ് എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നു. പാസ്ഡ്. ഇനി നമ്മൾ ഈ ഒരു മാർക്ക് 30ൻ്റെ താഴാക്കി 29 ആക്കുന്നു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ എന്തായി, ഫെയിൽഡായി. 30ൻ്റെ താഴെയാണെങ്കിൽ ഫെയിൽഡായിരിക്കും റിസൾട്ട്. ഇനി ഹിന്ദി 25 ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്താണ്, ഫെയിലായിരിക്കും റിസൾട്ട്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഫോർമുല ഈഫ് F5, അതാ മാർക്കോളം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, കോമ പാസ്ഡ്, കോമ ഫെയിൽഡ്. ഇക്വേഷനൊക്കെ ഒന്നാണ്, പക്ഷെ ആ മാർക്കിൻ്റെ റെഫറൻസ് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, ബാക്കിയുള്ളൊക്കെ സെയിം ആണ്. ഇപ്പോൾ 25 ആയതുകൊണ്ട് എന്താ റിസൾട്ട് കിട്ടിയത്, ഇവിടെ ഫെയിൽഡാണ്. ഇത് 78 പാസ്ഡാണ്. ഇനി 25 ഞാൻ മാറ്റുന്നു, 30 ആക്കി 30 ആക്കി, എൻ്റർ യൂസ്. അപ്പോൾ പാസ്ഡായി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ ശരിയാണെങ്കിൽ പാസ്ഡ് എന്നും തെറ്റാണെങ്കിൽ ഫെയിൽഡ് എന്നും വരുന്നു. ഇത് മറ്റൊരു ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 60,000 വാല്യൂ, ഇത് നമ്മൾ സെയിൽസ് ആയിട്ട് കണക്കാക്കാം. ഈ സെയിൽസ് 50നേക്കാൾ കൂടുതലാണെങ്കിൽ, അതാ സെയിൽസിൻ്റെ വാല്യൂ
C2 അല്ല C3 കോളത്തിലുള്ള വാല്യൂ 80,000 കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20% കമ്മീഷൻ കാണാം. കുറവാണെങ്കിൽ 10% കമ്മീഷൻ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും, ഈസിക്കൽ ടു കോളം C3 കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യണം. ഈഫ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50,000 50,000 കോമ വാല്യൂ, അതാ C3യിലെ വാല്യൂ ഇൻറ്റു, ഇവിടെ നമ്മൾ ഡബിൾ കോഡ്സ് കൊടുക്കേണ്ടതില്ല, കാരണം ഇവിടെ ടെസ്റ്റ് അല്ല. ടെസ്റ്റ് ആവുമ്പോൾ മാത്രമാണ് എന്തിന് ഡബിൾ കോഡ്സ് കൊടുക്കേണ്ടത്. 20% കോമ അതർവൈസ് എത്രയാണ്, 10% ആണെങ്കിൽ C3 ഇൻറ്റു 10/10%, 10/100 അല്ലെങ്കിൽ 10%. എൻ്റർ കീ ബസ് ചെയ്ത് അപ്പോൾ എത്ര 12,000% കിട്ടുന്നു. ഇതന്നെ എവിടെയും കണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് നെസ്റ്റഡ് ഈഫാണ്. നെസ്റ്റഡ് ഈഫ് നമ്മൾ ഗ്രേഡ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാം. അത് 90% മുകളിലുള്ളത് A+, 80% അബവ് ആണെങ്കിൽ, അതായത് 80 കൂടുതലാണെങ്കിൽ A, 70 അബവ് ആണെങ്കിൽ B+. ഈ ഓർഡറിലാണ് നമ്മൾ എന്തിന് ഗ്രേഡ് കണ്ടെത്തുന്നത്. അത്തരം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈഫ് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരും. അതിനെയാണ് ഇവിടെ നെസ്റ്റഡ് ഈഫ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം സബ്ജക്റ്റ്, സ്കോർ, ഗ്രേഡ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ഫോർമുല നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യേണ്ട, അതായത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണിത്. ഈഫ് മാർക്ക് സ്കോർ കോളം F9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, ഡബിൾ കോട്ട്സിൽ A+, ഈഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് F9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, A, if opening bracket F9 greater than or equal to 70, B+, if F9 greater than or equal to 60, B. ഇങ്ങനെ നമുക്ക് എന്തൊക്കെ കണ്ടീഷനാണോ കൊടുക്കേണ്ടത്, ഓരോ കണ്ടീഷനും നമ്മൾ ഈഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ എത്ര ഈഫ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അത്രയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യുമ്പോഴും ഓരോ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യണം. അതാണ് ഇവിടെ അവസാനം നമുക്ക് എന്തെങ്കിലും കുറേ ബ്രാക്കറ്റുകൾ, ക്ലോസിങ് ബ്രാക്കറ്റുകൾ കാണുന്നത്. 8 ഇവിടെ യൂസ് ചെയ്തിട്ട് ആ 8 നമ്മൾ എന്തിനാ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ എവിടെയൊക്കെ കോമ കൊടുക്കണോ അതൊക്കെ നിർബന്ധമാണ്. അതുപോലെ ഇവിടെ നമ്മൾ ടെസ്റ്റാണ് ഓരോ ഗ്രേഡിന് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഡബിൾ കോഡ്സിലും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നെസ്റ്റഡ് ഈഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് കണ്ടെത്താൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്ത് ആ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു, 12 മാർക്ക് കൊടുത്തു. ഞാൻ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഇവിടെ ഈ ഒരു കോർണർ പിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ആണ് റിസൾട്ട്. അതാ ബിലോ 20 ആണെങ്കിൽ ഈ ആയിരിക്കും, ഫെയിൽഡ് ആണ് റിസൾട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി നമുക്ക് നെസ്റ്റഡ് ഈഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് കോളത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ അപ്പം എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു കോർണറിൽ പിടിച്ചുകൊണ്ട് വലിച്ചാൽ മതി. എത്ര ആളുടെ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കണ്ടെത്താവുന്നതാണ്. നെക്സ്റ്റ് ആൻഡ് ഫംഗ്ഷനാണ് യൂസ്. ആൻഡ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ആൻഡ് എല്ലാ നിബന്ധനകളും ശരിയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രൂ
റിസൾട്ട് കിട്ടുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഫാൾസ് ആയിരിക്കും. അതാണ് ആൻഡിന്റെ പ്രത്യേകത. നമുക്കിവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 100 ഗ്രേറ്റർ ദാൻ 50 കറക്റ്റാണ്. 100 ഗ്രേറ്റർ ദാൻ 70 കറക്റ്റാണ്. അത് 100 കൂടുതലാണ് 20-നേക്കാൾ. 100 ഗ്രേറ്റർ ദാൻ 10 കറക്റ്റാണ്. അപ്പോൾ 3ഉം കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്ത അതിൽ തന്നെ ഒരു ഈക്വൽ ടു കൊടുക്കാൻ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒരു ഈക്വൽ ടു സിമ്പിൾ കൊടുത്തിട്ടുള്ളൂ. അത് ഏത് ഫോർമുല അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഈക്വൽ സൈൻ കൊടുക്കുക എന്നുള്ളതാണ്. then അടുത്ത ക്വസ്റ്റ്യനിൽ സെയിം തന്നെയാണ്. ഹൺഡ്രഡ് ഗ്രേറ്റർ ദാൻ 50 കറക്റ്റാണ്. 100 ഗ്രേറ്റർ ദാൻ 150 തെറ്റാണ്. 100 ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എന്താണ്, തെറ്റാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ, തെറ്റായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് വരാൻ കാരണം. ഇതിൽ രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണ്. അത് 100 ഗ്രേറ്റർ ദാൻ 150 അതൊരിക്കലുമല്ല, 150 ആണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ആൻഡിൻ്റെ പ്രത്യേകത ആണ്, എല്ലാ കണ്ടീഷനും ശരിയാണെങ്കിൽ അവിടെ ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഫാൾസ് ആയിരിക്കും റിസൾട്ട്. അടുത്തത് ഓർ ഫംഗ്ഷൻ ആണ്. ഓർ ഫംഗ്ഷന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഏതെങ്കിലും ഒരു നിബന്ധന കറക്റ്റ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ കണ്ടീഷനും തെറ്റാണെങ്കിൽ അവിടെ റിസൾട്ട് ഫാൾസും ആയിരിക്കും. നമുക്ക് ഇവിടെ നോക്കാം. 100 ഗ്രേറ്റർ ദാൻ 50 കറക്റ്റാണ്. 100 ഗ്രേറ്റർ ദാൻ 150 തെറ്റാണ്. 100 ഗ്രേറ്റർ ദാൻ 10 ശരിയാണ്. അപ്പോൾ ഇതിൽ ഒന്ന് തെറ്റാണ്, ബാക്കി രണ്ടെണ്ണം ശരിയാണ്. അപ്പോൾ എന്ത് ചെയ്ത്, ട്രൂ ആണ് റിസൾട്ട് കിട്ടിയത്. നെക്സ്റ്റ് 100 ഈക്വൽ ടു 50 തെറ്റാണ്. 100 ലെസ് ദാൻ 70 തെറ്റാണ്. 2 + 2 = 3 തെറ്റാണ്. അപ്പോൾ ഈ 3 കണ്ടീഷനും തെറ്റാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫാൾസ്. ഇത് ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ അവിടെ എന്തായിരിക്കും റിസൾട്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റിസൾട്ടിൽ 2 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. 4 കൊടുത്തു. ഈക്വൽ ടു 4 ദെൻ എൻ്റർ കീ പ്രസ് ചെയ്ത്. അപ്പോൾ എന്തായി, ഇവിടെ 4. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ നമ്മൾ 4 ആക്കേണ്ടതുണ്ട്. 3 എന്നുള്ളത് ദെൻ 4 എൻ്റർ കീ പ്രസ്. അപ്പോൾ എന്തായി, ട്രൂ ആയി. ഒരു അവസാനത്തെ 2 + 2 = 4. ആ കണ്ടീഷൻ ശരിയാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ഓർ ഫംഗ്ഷൻ്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. എല്ലാ കണ്ടീഷനും തെറ്റാണെങ്കിൽ മാത്രമേ ഫാൾസ് എന്നുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത്രയും ഭാഗമാണ് നമ്മൾ ലോജിക്കൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷനാണ്. അതിൽ രണ്ടെണ്ണമാണ് ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷനിൽ പഠിക്കാനുള്ളത്. ഒന്ന് ടെസ്റ്റ്, മറ്റൊന്ന് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതും പരീക്ഷയ്ക്ക് പ്രാക്ടിക്കലിൽ എല്ലാ വർഷവും വരുന്നതാണ്. അതുപോലെ തന്നെ തിയറി പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതുമാണ് ഈ ഒരു ഭാഗം. ഇവിടെ ഒന്നാമത്തത് ടെസ്റ്റാണ്. യൂസ്ഡ് ടു കൺവേർട്ട് എ ന്യൂമറിക് വാല്യൂ ടു ടെസ്റ്റ് ഇൻ എ സ്പെസിഫിക് നമ്പർ ഫോർമാറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ചില എമൗണ്ടിന് മുമ്പ് റുപ്പീസ് എന്നോ ഡോളർ എന്നോ ഇങ്ങനെ ചില ടെസ്റ്റ് വാല്യൂകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ടൈമിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടെസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളത്.
സിൻടാക്സ് ടെസ്റ്റ് വാല്യൂ ഫോർമാറ്റ് ടെസ്റ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ പിന്നീട് കാണിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ. ഇവിടെ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു കമ്പൈൻ ടു or more test items in different cell and show in a cell. രണ്ടോ അതിലധികമോ ടെസ്റ്റുകൾ യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതാ കോൺകാറ്റിനേറ്റ് ടെസ്റ്റ് 1 ടെസ്റ്റ് 2 അല്ലേ എന്നുള്ള ആ ഒരു ഇത് ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് 1 അഥവാ ഏതെങ്കിലും ഒരു സെല്ല് 1 സെല്ല് 2 ടെസ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, കൂട്ടി യോജിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിസൾട്ട് കിട്ടുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയുള്ള അതിൻ്റെ പ്രാക്ടിക്കൽ വശം കൂടി പറയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. ഇവിടെ പറയുന്ന ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷനിൽ ഒന്ന് ടെസ്റ്റ് ആണ്, മറ്റൊന്ന് എന്താണ്, കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ ആണ്. ടെസ്റ്റ് ഫംഗ്ഷനിൽ ടെസ്റ്റ് നമ്പർ ഫോർമാറ്റ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 12/12/90 എന്നുള്ളൊരു ഡേറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 12/12/1997 ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ടെസ്റ്റുകൾ അടങ്ങിയ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തത് എന്താണ്, എ ഈസ് ഇക്വൽ ടു ടെസ്റ്റ് ഓഫ് A20 അഥവാ ഈ ഒരു ഡേറ്റ് കൊടുത്ത കോളം കോമ DD ഡബിൾ കോട്ട്സിൽ DD കോമ MM കോമ YY. അതാ ഇവിടെ ഡേ മന്ത് ഇയർ ഓർഡറിൽ എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് കിട്ടുന്നു, ഫ്രൈഡേ ഡേ എന്നുള്ളത് ഫ്രൈഡേ കോമ ഡിസംബർ കോമ 97 ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്നു ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ. ഡേയും അതുപോലെ മാസം എന്ത് ചെയ്ത് ടെസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കോൺകാറ്റിനേറ്റ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. കോൺകാറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഒന്നിലധികം സെല്ലുകളിലെ ടെസ്റ്റുകൾ തമ്മിൽ യോജിപ്പിക്കുവാനാണ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിബ അതുപോലെ ഫാത്തിമ എന്ന് കൊടുത്തു. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഈസ് ഇക്വൽ ടു കോൺകാറ്റിനേറ്റ് then A27 B27 എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ ലിബ ഫാത്തിമ എന്ന് വരുന്നു. ലിബ ഫാത്തിമ. പക്ഷെ ഇവിടെ സ്പേസ് ഇല്ല. നമ്മൾ ഇതിൽ സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അതിൻ്റെ സ്പേസ് കൊടുക്കുക. ലിബ ഫാത്തിമ എന്നൊറ്റ വേർഡായിട്ടുണ്ട്. സ്പേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഈ ഒരു കോമ കഴിഞ്ഞതിന് ശേഷം ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് ചെയ്തു, എത്രയാണോ സ്പേസ് വേണ്ടത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സ്പേസ് ആയി 2 സ്പേസ് കൊടുത്തു. ദെൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ. എന്ത് ചെയ്താൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് ലിബ ഫാത്തിമ ലിബ കഴിഞ്ഞ സ്പേസ് വരികയുണ്ടായി. അതുപോലെ ഇവിടെ ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ
ഗുഡ് മോർണിംഗ് എന്നുള്ളതൊന്നും മറിച്ച് ഒറ്റ വേർഡാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കോൺകാറ്റിനേറ്റ്. അപ്പോൾ ഈ സിക്കറ്റ് കൊടുത്താൽ മാത്രമേ ആ ഫംഗ്ഷൻ കോമ ഡബിൾ കോട്സ് സ്പേസ് കൊടുത്തു, കോമ ദെൻ മോർണിംഗ്, എൻ്റർ കീ പ്രസ് ചെയ്തു, ഗുഡ് മോർണിംഗ് എന്നുള്ള റിസൾട്ട് അവിടെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്തിന് ഈ ഒരു കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം സെല്ലുകളിലെ ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം യോജിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ വലിയൊരു കമ്പനിയിലെ നെയിം ഒരു കോളത്തിലും, പ്ലേസ് ഒരു കോളത്തിലും, ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കോളത്തിലും, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒരു കോളത്തിലും, അഡ്രസ്സ് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും വ്യത്യസ്ത കോളത്തിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും ഒറ്റ സെല്ലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അഡ്രസ് എന്നുള്ള രീതിയിലേക്ക് ഒറ്റ സെല്ലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അഡ്രസ്സ് കണ്ടെത്താൻ വേണ്ടി. എന്നിട്ട് ആ അഡ്രസ്സിൽ എന്ത് ചെയ്യാം, അതിന് എന്തെങ്കിലും മെയിലുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് ഈ ഇതിലെ അവസാന ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് ലുക്കപ്പ് ഫംഗ്ഷനാണ്. ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ. അതൊരു ഡാറ്റ ടേബിളിലെ കുറേ ഡാറ്റകൾ ഉണ്ടാവും. ആ ഒരു ഡാറ്റയിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ വേർതിരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ടേബിളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ തരംതിരിച്ചെടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ലുക്കപ്പ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ലുക്കപ്പ് ഫംഗ്ഷൻ തന്നെ വെർട്ടിക്കൽ ഫോമുണ്ട്, ഹൊറിസോണ്ടൽ ഫോമുമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ലുക്കപ്പ് വെക്റ്റർ ഫോം, അതുപോലെ തന്നെ അറേ ഫോമും ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ വി ലുക്കപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെർട്ടിക്കൽ ലുക്കപ്പാണ്. നമുക്ക് എന്ത് ചെയ്യുന്നു, വെർട്ടിക്കലായിട്ട് ഡാറ്റ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തിന് വി ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആ കോളം രീതിയിലുള്ള അല്ലെങ്കിൽ കോളം ഹെഡുകളൊക്കെ വെർട്ടിക്കൽ രീതിയിലാണ്. ABCD ആൽഫബറ്റിക് നമ്പേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ എന്താണ്, വെർട്ടിക്കൽ രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് റിസൾട്ട് കണ്ടെത്താനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, വി ലുക്കപ്പ് ഉപയോഗിക്കുന്നത്. എച്ച് ലുക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ട് റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അത് ആ റോ ഹൊറിസോണ്ടൽ രീതിയിലാണ് സെറ്റ് ചെയ്തത്. 1 2 3 എന്നുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സ് എന്താണ്, ഹൊറിസോണ്ടലായിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് റിസൾട്ട് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ രീതിയിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ, ഇവിടെ എംപ്ലോയി കോഡ്, നെയിം, അതുപോലെ ബേസിക് പേ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ലുക്കപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസിക്കറ്റ് ലുക്കപ്പ്, അതാ എംപ്ലോയി കോഡ് 1512, കോമ A2 to A5, അതായത് ഈ ഒരു എംപ്ലോയി കോഡിൽ A2 to A5 അത് കണ്ടെത്തണം. A2 to A5 സെർച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം,
1512 കണ്ടെത്തുന്നു. ദെൻ കോമ B2 to B5 റിസൾട്ട് എന്താണെന്ന് നമുക്ക് കിട്ടണം. എംപ്ലോയി കോഡ് 1512 എന്നുള്ളതിൻ്റെ എത്രയാണ് ബേസിക് പേ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ 1512 എന്നുള്ള എംപ്ലോയി കോഡുള്ള വ്യക്തിയുടെ നെയിം എന്താ എന്ന് കണ്ടെത്തണം. ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1512 എന്നുള്ള എംപ്ലോയി കോഡുള്ള വ്യക്തിയുടെ ബേസിക് പേ എത്ര എന്ന് കണ്ടെത്തുന്നു. ആദ്യം ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച്. അങ്ങനെയെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു ലുക്കപ്പ് 1512 കോമ ദെൻ ഈ 1512 അടങ്ങിയ റേഞ്ച് ഇപ്പം എന്ത് ചെയ്യുന്നു, A2 to A5 അത് എത്രയാണോ ഉള്ളത് അത്രയും നമ്മൾ കൊടുക്കണം റേഞ്ച് രീതിയിൽ. കോമ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, ബേസിക് പേ ആണ്. ദെൻ റേഞ്ച് അടുത്ത റേഞ്ച് കൊടുക്കുന്നു, എൻ്റർ കീ. അപ്പോൾ എന്ത് 7000 അഥവാ 1512 വ്യക്തിയുടെ ബേസിക് പേ എത്ര, 7000 ആണ്, കറക്റ്റാണ്. അതുപോലെ രണ്ടാമത്തെ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്ത ഇക്വേഷൻ എന്താണ്, 1512 എന്നുള്ള എംപ്ലോയി കോഡുള്ള വ്യക്തിയുടെ B2 to B5 അതാ B2 മുതൽ B5 വരെ. അപ്പോൾ അവിടെ എന്താണ്, നെയിമാണ്. അപ്പോൾ നെയിം ഡിസ്പ്ലേ ചെയ്തു വിനു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് VLOOKUP എന്താണുള്ളത് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ VLOOKUP ഫംഗ്ഷൻ, ഇത് സ്ഥിരമായിട്ട് പ്രാക്ടിക്കൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. VLOOKUPഉം HLOOKUPഉം കഴിഞ്ഞ 3-4 വർഷം വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടും. VLOOKUP അഥവാ വെർട്ടിക്കൽ ലുക്കപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ നോക്കാം. ഈസിക്കൽ ടു VLOOKUP 1846 എന്ന വ്യക്തിയുടെ എന്താ കണ്ടെത്തേണ്ടത്, ബേസിക് പേ കണ്ടെത്തണം. 1846 എന്നുള്ള എംപ്ലോയി കോഡുള്ള വ്യക്തിയുടെ ബേസിക് പേ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. VLOOKUPന്റെ പ്രത്യേകത കോളം തിരിച്ചാണ് നമുക്ക് ഇതിന് റിസൾട്ട് കണ്ടെത്തുന്നത്. HLOOKUPന്റെ എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും അഥവാ റോ വൈസ് ആയിരിക്കും റിസൾട്ട് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഒരു ഫോർമുല എന്താണെന്ന് നോക്കാം. ഈസിക്കൽ ടു VLOOKUP ഓപ്പണിംഗ് ബ്രാക്കറ്റ് 1846 ഏത് എംപ്ലോയി കോഡ് വെച്ചാണ് നമ്മൾ കാണുന്നത് അത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ആ ഒരു ടേബിളിൻ്റെ മൊത്തം റേഞ്ച് കൊടുക്കുന്നു. അതാ ഇവിടുന്ന് ആ ഹെഡ് ഒഴിവാക്കി A2 മുതൽ ഇവിടെ C5 വരെ, അതാണ് അടുത്ത റേഞ്ച് A2 to C5 എന്ന് കൊടുക്കുന്നു. കോമ കാണേണ്ടത് ബേസിക് പേ. അപ്പോൾ ഇത്രാമത്തെ കോളം എന്നുള്ളതാണ് 3 കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിവിടെ A ഒന്നാമത്തെ കോളം, B രണ്ടാമത്തെ കോളം, C മൂന്നാമത്തെ കോളം. അപ്പം എന്ത് ചെയ്തു കൊടുത്തു 3,0 അല്ലെങ്കിൽ ഫാൾസ് എന്ന് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് വ്യക്തിൻ്റെ റിസൾട്ടും കണ്ടെത്താം. ഇനി നമ്മൾ ഈ ഒരു 1846 എന്നുള്ളത് ഒരു മാറ്റി 5432 എന്നാക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ ഇവിടെ അടിക്കുന്നു. എന്താ എങ്ങനെ അടിക്കുക, ഈസിക്കൽ ടു VLOOKUP ഓഫ് 5432 കോമ ഇത് സെർച്ച് ചെയ്യേണ്ടത് A2 മുതൽ C5 വരെ കോമ കിട്ടേണ്ട റിസൾട്ട് എന്താണ്, ബേസിക് പേ ആണ്. അപ്പോൾ ആ ബേസിക് പേയുടെ റേഞ്ച് C2 to C5 എൻ്റർ ചെയ്യുക. 5432
C5 സെർച്ച് ചെയ്യുന്നു. സോറി, ഈ C2 to C5ക്ക് പകരം കൊടുക്കേണ്ടത് സിൻടാക്സിൽ നമ്മൾ അടുത്ത എന്താണ്, കോളം ഇൻഡെക്സ് നമ്പറാണ്. VLOOKUP സെർച്ച് ക്രൈറ്റീരിയ കൊടുത്തു 5432. അറേ ഏറ്റവും മുതൽ C5 വരെ കൊടുത്തു. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ 1 2 3, ദെൻ 3 എന്ന് കൊടുത്തു. 3 കോമ, ദെൻ പിന്നെ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഫാൾസ്. അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, 6000 കിട്ടുന്നു. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ ബേസിക് എത്രയാണ്, 6000 ആണ്. അങ്ങനെ ഏത് വ്യക്തിയുടെയും നമുക്ക് എന്ത് ചെയ്യാം, കോളം വൈസ് ഉള്ള റിസൾട്ട് നമുക്ക് കണ്ടെത്താം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 2 എന്നാക്കാം. 2 എന്നാക്കുമ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എന്താണുള്ളത് അതിനനുസരിച്ച് റിസൾട്ട് വരുള്ളൂ. ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ B ആണ്, നെയിമാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ 2 എന്ന് കൊടുത്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ സോനു എന്ന് കിട്ടുന്നു. അത് 5432 സോനു ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. രണ്ടും ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, എന്താണ് മാറ്റം എന്നുള്ളത് ശ്രദ്ധിക്കാനതുണ്ട്. അതാ VLOOKUP നമ്മൾ കോളം എത്രാമത്താണുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. മറ്റേതിൽ അതല്ല. മറ്റേതിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൊക്കേഷൻ റേഞ്ച് മാത്രമേ LOOKUP ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് HLOOKUP ഫംഗ്ഷനാണ്. നമുക്ക് HLOOKUP കാണാൻ വേണ്ടി നമുക്കിവിടെ തന്നെ നോക്കാം. ടോട്ടൽ സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്, Q1, Q2, Q3, Q4. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, Q1 സെയിൽസ് എത്ര, Q2, Q3, Q4 സെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ കോസ്റ്റും ഈ 4 ക്വാർട്ടർ തന്നിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ്, അപ്പോൾ ഇത് 20,000 സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ 5000, 30,000 18,000 കുറച്ചാൽ 12. പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 50 37 കുറച്ചാൽ 13,000. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, സെയിൽസും ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും വ്യത്യസ്ത ക്വാർട്ടറിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കേണ്ടത് HLOOKUP ഫംഗ്ഷനാണ്. HLOOKUP ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് Q2 പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. Q2 പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ഇവിടെ HLOOKUP ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ HLOOKUP C10. C10 ഏതാണ് ഇവിടെ, C10 എന്നുള്ളത് Q2 ആണ്. കോമ B10 to E13, അഥവാ ഇവിടുന്ന് രണ്ടാമത്തെ കോളമായിട്ടുള്ള B10 Q1 എന്നുള്ള ഹെഡ് അടക്കം അത് മുതൽ Q4 അവസാനം വരെ E13, കോമ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് മൊത്തം സെർച്ച് ചെയ്യുന്നു. Q2 എന്നുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി എന്ത് മൊത്തം സെർച്ച് ചെയ്യുന്നു. കോമ നേരത്തെ നമ്മൾ കോളം എത്രയെന്ന് കൊടുത്തിരുന്നു, ഇവിടെ റോ എത്രയെന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ റോ എത്രാമത്താണ്, ഒന്നാമത്തേൽ Q1 Q2 എന്നുള്ളതാണ് വരുന്നത്. രണ്ടാമത്തെ സെയിൽസ് ആണ്, മൂന്നാമത്തെ കോസ്റ്റ് ആണ്, നാലാമത്തേതാണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1 2 3 4 നാലാമത്തെ റോ ആണ്. അപ്പോൾ 4,0 എത്രാമത്തെ റോ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ 0. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു റിസൾട്ട് ഇവിടെ കണ്ടെത്താം. Q4 കോസ്റ്റ് എത്രയെന്ന് നമ്മൾ കണ്ടെത്തണം. Q4 കോസ്റ്റ് എത്രയെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മൾ കൊടുക്കുക
ഈസ് ഈക്വൽ ടു എച്ച് ലുക്കപ്പ്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ക്വാർട്ടർ ഫോർത്ത് കോമ ഈ ഒരു റേഞ്ച് ഫുള്ളായിട്ട് കൊടുക്കുന്നു, അഥവാ B10 to E13 കോമ നമുക്ക് എന്താ ടോട്ടൽ കോസ്റ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എത്രാമത്തെ റോ ആണ് ഈ ടേബിളിലെ? അപ്പോൾ ടേബിളിലാണ് നോക്കേണ്ടത്. സെലക്ട് ചെയ്ത ആ ഒരു ടേബിളിലെ എത്രാമത്തെ റോ എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. 1, 2, 3 3. ഇതിന് അവസാനം എന്ത് ചെയ്യുക? 0 കൊടുക്കുക, കോമ 0. എൻ്റർ യൂസ് ചെയ്യുന്നപ്പോൾ 37,000 അപ്പോൾ ഇവിടെ കാണാം 37,000. അപ്പോൾ ഇവിടെ കുറച്ച് വാല്യൂ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ടേബിളിലെ ഡാറ്റ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതാണ് ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ വിശദീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് വിശദീകരിച്ചത് ഏതാണ്? ലോജിക്കൽ ഫംഗ്ഷനാണ്. വ്യത്യസ്ത കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റിസൾട്ട് കണ്ടെത്താമെന്നുള്ളതാണ് ലോജിക്കൽ ഫംഗ്ഷനിൽ ചെയ്തത്. രണ്ടാമത് ടെസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ. മൂന്നാമത് നമ്മൾ ചെയ്ത ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ. ഇത്രയും ഭാഗമാണ് ചെയ്തത്. അത്രയും ഭാഗങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.